എന്താണ് SIP, SWP, STP എന്നുള്ള വ്യത്യാസം നിങ്ങൾക്കറിയോ? നമുക്കത് ഇന്ന് നോക്കാം. എന്താണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ? ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങളുടെ ഇൻകത്തിൽ നിന്നും മന്ത്ലിയോ അല്ലെങ്കിൽ ഇയർലിയോ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് SIP എന്ന് പറയുന്നത്. ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫോർ വെൽത്ത് ക്രിയേഷൻ. അതുപോലെ തന്നെ ചെറിയ തുക ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. ഇതിന്റെ ഒരു കീ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്. ഈ പ്രോസസ്സിംഗിലൂടെ നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് വളരെ പെട്ടെന്ന് തന്നെ വളരാൻ സഹായിക്കും. സെക്കൻഡ് വൺ SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു നിശ്ചിത തുക മന്ത്ലിയോ അല്ലെങ്കിൽ ഇയർലിയോ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഒരു ഇൻകം ജനറേഷൻ പോലെ. ഇതിനെയാണ് ബേസിക്കലി SWP എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്കൊരു റിട്ടയർമെന്റ് ഫണ്ടും കണ്ടെത്താം, അതുപോലെ തന്നെ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് വൺ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ, STP. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ലംസം ഓഫ് മണി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആ സമയം മാർക്കറ്റ് ഒരു ഹോൾ ടൈം ഹൈ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈ റിസ്ക് ആണ്. അവിടെയാണ് STP ഉപയോഗിക്കുന്നത്. ആ ഫണ്ട് ഏതെങ്കിലും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്നും ഒരു നിശ്ചിത ഇടവേളയിൽ ആ ഫണ്ട് കുറച്ചായി മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് അത് നമ്മൾ പല പ്രൈസിലായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക. അവിടെ മാർക്കറ്റ് വോളറ്റൈലിറ്റി റിസ്കിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനെയാണ് ബേസിക്കലി STP എന്ന് പറയുന്നത്. ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഫൈനാൻഷ്യൽ കോണ്ടന്റ്സിനായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.